ബ്രസ്റ്റിലുള്ള എല്ലാ മുഴകളും ക്യാൻസർ ആണോ? അതിന് വറി അടിക്കണോ? ഇതെങ്ങനെ തിരിച്ചറിയാം? അതിന് ട്രീറ്റ്മെന്റ് വല്ലതും ഉണ്ടോ? കോമൺ ആയിട്ട് വന്ന് പേഷ്യൻസ് വന്ന് എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്രസ്റ്റിലുള്ള എല്ലാ മുഴകളും എല്ലാ ലംബും ക്യാൻസർ ആകണമെന്നില്ല. നമ്മൾ അതിന് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ബ്രസ്റ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ബ്രസ്റ്റ് എക്സാം ചെയ്യും. ബ്രസ്റ്റിൽ എക്സാം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ബ്രസ്റ്റ് നോക്കുമ്പോൾ മുഴകളുണ്ടോ, മുഴയുടെ സൈസ് എത്രയുണ്ട്, അത് ഞെക്കുമ്പോൾ അതിന് വേദനയുണ്ടോ, അല്ലെങ്കിൽ പക്കറിങ് ഓഫ് ദ സ്കിന്ന്. ക്യാൻസർ ആണെങ്കിൽ സ്കിന്നിൽ ചെയ്യുന്ന പക്കറിങ് വരും. കുഴിയോട് ഈ ഓറഞ്ച് ഫ്യൂഡി എപ്പോഴും നേരെ കുഴിഞ്ഞു പോവുക. അപ്പോൾ നിപ്പിളാണെങ്കിൽ നിപ്പിൾ താഴോട്ട് കുഴിഞ്ഞു പോവുക. അതുപോലെ അബ്നോർമൽ ഡിസ്ചാർജ് ഫ്രം ദ നിപ്പിൾ വരിക. അങ്ങനെയുള്ള മുഴകൾ, വലിയ മുഴകൾ വരികയാണെങ്കിൽ അത് ക്യാൻസർ ആകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അവർ വരുമ്പോഴേ അവിടെ ഹിസ്റ്ററി എടുക്കുക തന്നെ. അല്ല, ഫാമിലി ഹിസ്റ്ററി ഉണ്ടോന്ന് ചോദിക്കുക. ഫാമിലിയിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്? അപ്പോൾ ഒരു 5 to 10% ഫാമിലിയിലുള്ളവർക്ക് ചാൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. അപ്പോൾ ആ ഹിസ്റ്ററി എന്നറിയാം. പിന്നെ അവരൊത്തിരി ഒബ്വിയസ് ആണോ? ഈസ്ട്രജൻ ലെവൽ നമ്മുടെ ബോഡിയിൽ കൂടുമ്പോൾ, നമുക്ക് ഈസ്ട്രജൻ ലെവൽ കൂടുന്നതനുസരിച്ച് ബ്രസ്റ്റ് ക്യാൻസറിനും അതിന്റെ ഇൻസിഡൻസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒബിയസിറ്റി, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഫുഡ് ഡയറ്റ് എങ്ങനെയാണ്? ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ഈസ്ട്രജൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്, എക്സസൈസിന്റെ കുറവാണ്. പിന്നെ അവരുടെ ഏജ് എടുക്കുക. അവർ ലേറ്റ് ആയിട്ടാണോ മെനാർക്കി ഉണ്ടായത്, ഏർലി ആണോ മെനാർക്കി ഉണ്ടായത്, മെനോപ്പോസ് നേരത്തെയാണോ ഏർലി ആണോ, അതുപോലെ എത്ര പ്രസവിച്ചു, ആ പ്രസവിക്കാത്ത ഒരാളാണോ, ബ്രസ്റ്റ് ഫീഡിങ് കൂടുതലായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുകയാണെങ്കിൽ ഈസ്ട്രജൻ്റെ എഫക്റ്റ് ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസറിന് ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയിൽ തന്നെ ഒത്തിരിയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചാൻസ് പറ്റും. അതുപോലെ എക്സാം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു എന്താണ് ഇതെങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറിന് പ്രിവെൻറ്റീവ് മെഷേഴ്സിൻ്റെ ഏർലി സ്റ്റേജിലാണെങ്കിൽ നമ്മൾ സ്റ്റേജ് 1 and 2 ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ക്യൂറുള്ളൊരു കണ്ടീഷനാണ്. ഒരു 7 മിനിറ്റ് ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്ന് മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലും ഇന്ത്യയിലുള്ളത് പണ്ട് ക്യാൻസർ സെർവിക്സ് യൂട്രസിന്റെ വാതിക്കലായിരുന്നു. അപ്പം ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഡെത്ത് ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ ഇൻസിഡൻസ് ഉള്ളതും ഒന്നാം സ്ഥാനമാണ് ബ്രസ്റ്റ് ക്യാൻസറിന്. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ഞങ്ങൾ പറയുന്ന എല്ലാ മാസവും മെൻസസിന്റെ 10ാം ദിവസം സെൽഫായിട്ട് അവനവൻ ബ്രസ്റ്റ് എക്സാം ചെയ്യണം. ചേഞ്ച് ഉണ്ടോ, അതിന് ഷേപ്പ് ഉണ്ടോ, അവിടെ എന്തെങ്കിലും കുരുക്കളുണ്ടോ, ലംബുണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് വലിയുന്നുണ്ടോ, നിപ്പിൽ നിന്ന് വലിയ ഡിസ്ചാർജ് ഉണ്ടോ, സെൽഫായിട്ട് എല്ലാ മാസവും മെൻസസിന്റെ 10ാം ദിവസം. അപ്പം ഗർഭപാത്രം എടുത്തു കളഞ്ഞ ഒരാളാണെങ്കിൽ മെൻസസ് എല്ലാ മാസം 1-ാം തീയതി സെൽഫായിട്ട് എക്സാം ചെയ്യണം. അതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ്. വർഷത്തിൽ ഒരിക്കൽ ഒരു ക്ലിനീഷ്യനെ കണ്ട്, ഒരു ഡോക്ടറെ കണ്ട് ബ്രസ്റ്റ് എക്സാം ചെയ്യിക്കണം. അതുപോലെ തന്നെ അൾട്രാസൗണ്ട് ഓഫ് ദ ബ്രസ്റ്റ്, ബോത്ത് ബ്രസ്റ്റ് അൾട്രാസൗണ്ട് ചെയ്യണം. 1.5 സെന്റിമീറ്റർ താഴെയുള്ളൊരു മുഴ നമ്മുടെ കയ്യിൽ കിട്ടില്ല. അപ്പം നമ്മൾ അതുകൊണ്ട് അൾട്രാസൗണ്ട് ചെയ്യണം. അതുപോലെ തന്നെയുള്ള മാമോഗ്രാം. മാമോഗ്രാം എന്ന് പറയുന്നത് 40 വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിൽ ബോത്ത് ബ്രസ്റ്റിന്റെ മാമോഗ്രാം ആണ് ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, മാമോഗ്രാമിലാണെങ്കിൽ കാൽസിഫിക്കേഷൻ ഓഫ് ദ ലംബ്, അവിടെ മുഴയ്ക്ക് കാൽസിഫിക്കേഷൻ ഉണ്ടെന്ന് അറിയാം. അപ്പം മാമോഗ്രാം ചെയ്തും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് എത്ര വർഷം കൂടുമ്പോൾ, അപ്പം ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളവരാണെങ്കിൽ, ഒരു ക്യാൻസർ അമ്മയ്ക്കോ ചേച്ചിക്കോ ആന്റിമാർക്കൊക്കെ ഉണ്ടെങ്കിൽ വർഷത്തിലൊന്ന് ചെയ്യാൻ പറയും ഈ അൾട്രാസൗണ്ട്. അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോൾ അൾട്രാസൗണ്ട്, 5 വർഷം കൂടുമ്പോൾ മാമോഗ്രാം 40 വയസ്സ് കഴിഞ്ഞ് ചെയ്താൽ മതി. അതാണ് സ്ക്രീനിങ് ടെസ്റ്റ്. അപ്പം സെൽഫായിട്ട് നോക്കുക, ക്ലിനീഷ്യനെ കാണുക, അൾട്രാസൗണ്ട്, മാമോഗ്രാം, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്യുക. പിന്നെ നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആദ്യമേ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിലാണ്, സ്റ്റേജ് 1 and 2 ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ക്യൂർ കിട്ടും. പക്ഷേ സ്റ്റേജ് 3, 4 ഒക്കെ ആയി കഴിഞ്ഞാൽ സർജനെ കണ്ട് ഓങ്കോളജിയെ കണ്ട് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് മാറും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ് ചെയ്യുക, ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, സെൽഫായിട്ട് ഈ 3 സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുക, ഡോക്ടറെ കണ്ട് വേണ്ട അഡ്വൈസ് മേടിക്കുക. എല്ലാ മുഴകളും ക്യാൻസർ ആണെന്ന് പറഞ്ഞ് പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. അത് ഹോർമോണിന്റെ വ്യത്യാസങ്ങൾ, ചിലപ്പോൾ ഒരു സ്വെല്ലിംഗ് വരാം, ചിലപ്പോൾ നമ്മൾ സെബേഷ്യസ് സിസ്റ്റ് വരാം, അല്ലെങ്കിൽ ഫൈബ്രോ അഡിനോമ ഓഫ് ദ ബ്രസ്റ്റ് വരാം, ഫൈബ്രോ അഡിനോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാലക്ടോസീൽ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, ഇതൊന്നും ക്യാൻസർ അല്ല. മറ്റുള്ള കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ അത് ക്യാൻസറിലേക്ക് പോകുന്നുള്ളൂ. ചിലപ്പോൾ മെൻസസിന്റെ സമയത്ത് തന്നെ ഹോർമോണിന്റെ വേരിയേഷൻ കൊണ്ട് പ്രീ മെൻസറൽ ആയിട്ട് ബ്രസ്റ്റ് ടെൻഡർനെസ് വരാം. മെനോപോസ് ആകുമ്പോൾ ഹോർമോൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ മെൻസസിന് ബ്രസ്റ്റിന് ഒരു ടെൻഡർനെസ് വരാം. അങ്ങനെ കണ്ടീഷൻ ഉണ്ട്. ഇപ്പം ലാക്ടേറ്റിംഗ് മദർ ആണ്, ഫീഡിംഗ് മദർ ആണെങ്കിൽ പാല് കെട്ടിക്കിടന്നിട്ട് വരാം, നിപ്പിള് ക്രാക്ക് നിപ്പിൾ വന്നിട്ട് വരാം. അപ്പൊ ഏജ് അനുസരിച്ച് അതിന് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഏത് കണ്ടീഷനാണ്, ഏത് ഏജ് ആണ്, അതനുസരിച്ച്. പക്ഷെ എല്ലാവരും കമ്പൽസറി ആയിട്ട് ഈ 3 സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിരിക്കണം. സെൽഫായിട്ട് ബ്രസ്റ്റ് നോക്കുക, വർഷത്തിലൊന്ന് ഡോക്ടറെ കാണിക്കുക, അൾട്രാസൗണ്ട് ഓർ മാമോഗ്രാം 3 ഇയർലി ചെയ്തിരിക്കുക, മസ്റ്റാണ്.